മദർ ഓഫ് ഓൾ ഡീൽസ്. ഇത് വളരെ കാലത്തെ പ്രയത്നത്തിൻ്റെ ഭാഗമായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൂടി ഉണ്ടാക്കിയ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ആണ്. ഇത് ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ട്രേഡ് ഡീൽ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നതിൻ്റെ കാരണം ചെറുതല്ല. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയും റിച്ചസ്റ്റ് ഗ്രോയിങ് എക്കണോമിയും കൂടിയുള്ള ഈ അഗ്രിമെൻറ്റ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തരുന്ന ഒരു പുത്തൻ ഉണർവ് അത് നമുക്ക് പറയാൻ കഴിയുന്നതിലും വലുതാണ്. 2007 മുതൽ നമ്മൾ ഈ ഡീലിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഡീൽ നമുക്ക് സാധ്യമായിരിക്കുന്നു. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നീങ്ങാം. ഈ ഒരു ഡീലിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 27 യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങിക്കാനും നമുക്ക് സാധിക്കുന്നു. മദർ ഓഫ് ഡീൽസ് എന്ന് വിളിക്കുന്നതിനുള്ള കാരണം ഇതുതന്നെയാണ്. ലോക GDPയുടെ 25% ഇനി ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും കൈകാര്യം ചെയ്യാം. തീരുവരഹിത ലോകം ഇനി ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യക്കാരൻ്റെ പ്രൊഡക്ഷൻ സംരക്ഷിക്കപ്പെടുന്നു. 99% ഉൽപ്പന്നങ്ങളും തീരുവരഹിതമാകും. ഈ സാധനങ്ങളെല്ലാം മറു രാജ്യങ്ങളിൽ തീരുവ ഇല്ലാതെ വിൽക്കാൻ സാധിക്കുന്നു. തീരുവ ഇല്ലാതാകുമ്പോൾ തന്നെ കൂടുതൽ ഓർഡറുകൾ നമുക്ക് ലഭിക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇതോടെ മേൽക്കൈ വരുന്നു. ടെക്സ്റ്റൈൽ, ലെതർ, ഫുട്വെയർ, ജ്വല്ലറി, കോഫി മുതലായ ഉൽപ്പന്നങ്ങൾ വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ വൻ മെച്ചമാണ് ഇതുവഴി ലഭിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കേരളത്തിന് ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ മുതലായവയ്ക്ക് വൻ ഡിമാൻഡ് വരാൻ പോകുന്നു. മെഴ്സിഡസ് ബെൻസ്, BMW, ഓഡി, JLR മുതലായ കാറുകൾക്ക് 110% തീരുവയിൽ നിന്ന് 10% തീരുവയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വളരെ കാലത്തെ പ്രയത്നത്തിൻ്റെ ഭാഗമായി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് നിലവിൽ വന്നിരിക്കുകയാണ്. 2 ബില്യൺ പീപ്പിളിനെ ഇത് ഗുണകരമായി മാറുന്നു. ആൻഡ് ഫോക്കസിങ് ടു 25% ഓഫ് GDP. കോർ ആർക്കിടെക്ചർ ഓഫ് ദിസ് അഗ്രിമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ട്രേഡ് ഇൻ ഗുഡ്സ്, സെക്കൻഡ് വൺ ഈസ് ട്രേഡ് ഇൻ സർവീസസ്, ദ തേർഡ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ, ഫോർത്ത് ഈസ് റെഗുലേറ്ററി കോർപ്പറേഷൻ, ഫിഫ്ത്ത് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, and the sixth one, 96% of traded goods will be traded with less tariff. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇന്ത്യയുടെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഏതൊക്കെ മേഖലകളിലാണ് ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. 1 ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ്, 2 ലെതർ ആൻഡ് ഫുട്വെയർ, 3 മെറൈൻ പ്രൊഡക്ട്സ്, 4 ഫാർമസ്യൂട്ടിക്കൽസ്, 5 സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. ഇന്ത്യക്ക് മാത്രമല്ല ഈ ഒരു അഗ്രിമെൻ്റ് കൊണ്ട് ലാഭം ഉണ്ടാകാൻ പോകുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ഗെയിൻ എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് അവർക്ക് ലാഭം ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം. 1 വൈൻസ് ആൻഡ് സ്പിരിറ്റ്, 2 ഓട്ടോമൊബൈൽ പ്രീമിയം സെഗ്മെൻറ്റ്. ഇവിടെ 110% നിന്ന് 90% കാര്യങ്ങൾ വീഴുകയാണ്. സോ അതിന് മാത്രം സെയിൽ ഓട്ടോമൊബൈൽ പ്രീമിയം സെഗ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു.
3 മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്, 4 ഇലക്ട്രിക് ഗുഡ്സ്, 5 കെമിക്കൽസ്, 6 എയർക്രാഫ്റ്റ് പാർട്സ്. ഇത്രയും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്രയും ഇൻഡസ്ട്രീസിനെ ഇതുകൊണ്ട് വളരെ ലാഭത്തിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കാൻ പോകുന്നു. ഇതിൻ്റെ ഒരു വളർച്ചയുടെ നിരക്ക് തീരെ ചെറുതല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക.